ഞാൻ ഇന്നലത്തേതാ. ഇത് നമ്മുടെ ദാമോദരേട്ടന്റെ വീട്ടിലെ ഉണ്ണിയല്ലേ? നീ പോലെ ചെക്കനായല്ലോ. നമ്മുടെ കിണർ നടന്ന മഞ്ഞളാട്ടൻ. അല്ല നിങ്ങളെന്താ ഇവിടെ? അത് മഴ വന്നപ്പോഴേ നനയാണ്ടിരിക്കാൻ ക്ലബിലെ ഉണ്ടാക്കി കൊണ്ടുപോയതാ. പക്ഷെ കാണിച്ചില്ല. ഫസ്റ്റ് അടിച്ചെന്നെ കാണിക്കാൻ പറ്റില്ല. അയ്യോ അത് കൊള്ളാലോടാ. നീ എന്നത് കാണിക്കാഞ്ഞ? സുബിച്ചേട്ടൻ കാണിച്ചെങ്കിൽ കാരനാണ്. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും കരപ്പിക്കാൻ പാടില്ലെന്ന്. അതാ. അല്ല ഇതെന്താ പാട്ട് വീട്ടില്? ഈ വീട് പേട്ടയല്ലടാ. പേട്ടി. ഇത് ഞാൻ വാങ്ങിയടാ. പണ്ട് ഇവന്റെയൊക്കെ വലിപ്പമുള്ളപ്പോ ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടെ മഴ മാറിയില്ല. പോണ്ടാ അല്ലെങ്കിൽ അമ്മടിച്ച് പപ്പടാക്കുന്നേ. ഇത് വിളിച്ചേ. ശരി ഉണ്ണി ശരി. ബാക്കിയുള്ളവന് പാടുണ്ടായിട്ടല്ല ഈ ചെയ്യണത്. ഇതേ കാരണന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഉണങ്ങണിയോ പാടി ചവിട്ടി കയറരുതിട്ട. അപ്പടി മണ്ണ പൊടിയാണിത്. എന്താ കാട്ടണേ? ചെരുപ്പ ചാണാക്കി തേങ്ങ. ചാണല്ലേ? ചാണം വെള്ളം വീണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓ ഞങ്ങളൊക്കെ ചെരുപ്പ് ഇട്ടും കൊണ്ടല്ല നടക്കണത്. ഓരോ പരിഷ്കാരം കൊണ്ട് നടക്കണേ. ആ ഇതിൽ കാട്ട് ഞാൻ പോണു. എടാ കണ്ണാ നിന്റെ അച്ഛമ്മ എന്തിയടാ? അച്ഛമ്മേ എന്തേ മോളെ? അമ്മേ ദേവന്റെ പല്ലൊന്ന് പറിക്കാനാ. നല്ല വേദന ഉണ്ട് ഇവന്. ഇനിയിപ്പോ എന്താ? വാ കൊണ്ടാ അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് വാട പൊന്നെ. ചെരുപ്പാണ് അങ്ങനെ നീ ഇന്നലെ എന്തെങ്കിലും ചിത്രഗീതം കാണാൻ വരണ്ടെന്നേ? ഇന്നലെ നിന്നെ കാടടിച്ചു പറ്റിയില്ലേ? അത് നോക്കിയിരിക്കായിരുന്നു. അടിപൊളി കാടൊക്കെ ഉണ്ടല്ലോ. എനിക്കറിയാം. വാടാ വാ നമുക്കൊരു കളി കളിക്കാം. ഇപ്പഴാ? എവിടെ പരിപാടി? അതാ ചിരിച്ചല്ലേ? അവന്റെ വായിലെന്താ? പല്ലറച്ചു കൊടുക്കണ്. നോക്കിയേ എന്റെ അച്ഛമ്മ വാൻ എടുക്കാണ്ട് പറിച്ചു കൊടുക്ക. ഇതായിരിക്കല്ലേ വേനെടുക്കാണ്ട് പറിക്കണേ? അല്ല നിങ്ങൾ ഈ പറിച്ചോലെ കൊണ്ടിട്ടാണ് പൊരപ്പുറത്തേക്കറിയും. എടാ മണ്ടാത് പൊരപ്പുറത്തെറിയല്ലേണ്ടേ. അതെ കീരിക്ക് കൊടുക്കണം. നമ്മുടെ പല്ല് കീരിക്ക് കൊടുത്താൽ കീരിയുടെ പല്ല് നമുക്ക് തരും. കീരി തരും. പക്ഷെ ഞാൻ തല്ലട്ടോ സുബിയ. കാട് മൊത്തം എന്റെ കയ്യില്. പിന്നെ നീ ഇനിയും കളിച്ച ഇനിയും നോക്കും. അത് കളിച്ചാലടാ അറിയാൻ പറ്റുള്ളൂ. നിനക്ക് പേടിയാണെങ്കിൽ അത് പറയടാ. എനിക്ക് സമയമില്ലടാ. പോയടാ സുബിയ. സ്കൂളിൽ വെച്ച് വേനില്ല ചോരണ്ടില്ല. വേദന ചെയ്താ പക്ഷെ ചാണത്തിന്റെ രുചി. അതിന് നീ എപ്പോഴാ ചാണകം നിന്നേ? പോയി വാ സോപ്പിട്ടടാ. തെങ്ങേറാൻ വരൂല. വേഗം നടക്കടാ. ആകെ പാടിയൊരു തേങ്ങയുള്ളൂ. എന്ത് കാണിക്കാനാണ്? കണം ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പുതിയ പമ്പരാ? നീ പ്രശ്നം പറ. അതെ ഈ ചാർട്ട് പേപ്പറിലെ വലുതായിട്ട് ഒരു ഏറു എഴുതണം. ഏറല്ലേ? നമുക്ക് എഴുതാം. അതിപ്പോ കണം ചേട്ടൻ പറയണ പോലെയല്ല. ഭയങ്കര കഷ്ടപ്പാടാ. ഇങ്ങനെ ഒരു പാമ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ ചുറ്റിപ്പടർന്ന് അങ്ങനെ ഒരു സാധനം അത് വരക്കണ ഇതില്. എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്. അവള് നന്നായിട്ട് വരയ്ക്കും ഏറൊക്കെ. അന്നൊരു ദിവസം വരച്ചുണ്ട് രമ. അവള് നന്നായിട്ട് ഏറു എഴുതും. അന്ന് ക്ലാസ്സിൽ വന്നപ്പോ എഴുതി കൊണ്ടുവന്നതാ. വീടറിയോ? മറ്റേ സ്കൂട്ടറുള്ള വീട്. സ്കൂട്ടറുള്ള വീട് ചെരിച്ച് ചാട്ടയാണല്ലേ? അതന്നെ ആ വീട്. നമുക്ക് പോവാ. നിക്കടെ ഷർട്ട് ഇട്ടെ. പാടോ സ്കൂട്ടർ ഇത് രമയുടെ വീടാണോ? വിളിക്കണട്ടാ ചീത്ത റോഡാ. ചോദിക്കി ഞാൻ രമയുടെ കൂടെ സ്കൂളിൽ പഠിക്കണതാ. ഉണ്ണി ദാമോദരൻ. പാട്ടൊന്നുമില്ല. പാടുന്നു പരമ പേരും. നീ നാണയം പാറയിലെ
നാണിയുടെ മകൻ സുകുമാരന്റെ. ആ സുകുമാരന്റെ മോനാണ് കണ്ണൻ. അങ്ങനെ പറ. സുകുമാരന്റെ മുറിച്ച മുറിയാ നീ. ഡാ, നാണി ഇപ്പോഴും ഉണ്ടോടാ? ആ അച്ഛമ്മ വീട്ടിലുണ്ട്. നാണി ഞാനും വലിയ കൂട്ടായിരുന്നു. അവളോടെ നടക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറയോ? ആ ഒന്ന് കാണാനാ. അമ്പലക്കുളത്തിനടുത്ത് പുളിക്കത്തറയിലെ കാർത്തിയായനി പറഞ്ഞു എന്ന് പറ. അവള് വരും. പുളിക്കത്തറയിലെ കാർത്തനില്ലേ? അത് തന്നെ. വലിയ ചങ്ങാതിമാരായിരുന്നു. ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തോ? അതുപോലെ തന്നെയാ മാമേ, ഞാനും എൻ്റെ അമ്മയും വലിയ ചങ്ങായിമാരാ. ഒന്ന് വിളിക്കൂ. അതിന് നീ ഏതാ മോനെ? രമയുടെ അമ്മമ്മയും കണ്ണൻ ചേട്ടന്റെ അച്ഛമ്മയും വലിയ കൂട്ടുകാരല്ല. വെറുതെ പറയാവും. അമ്മമ്മക്ക് ചിലതൊന്നും ഓർമ്മയില്ല. പറഞ്ഞാലും മറക്കും. ചെറിയ വട്ട. അതെ. ഏയ് ആ അതെ, ഞങ്ങള് വന്നത് എന്താണെന്ന് വെച്ചാല് ഈ ചാർട്ട് പേപ്പറിൽ വലുതായിട്ട് നല്ല ഭംഗിയിൽ ഒരു എഴുതി കൊണ്ടുവരോ. അന്ന് 2ാം ക്ലാസ്സിൽ എഴുതി കൊണ്ടുവന്ന പോലെ. ഈ ഉണ്ണിക്ക് ഭയങ്കര ഓർമ്മയാ. അതൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലും കൂടി എഴുതി തരോ? അയ്യോ, അത് ഞാനല്ലാതെ എഴുതിയത്. നീ സ്കൂളിൽ നിന്ന് ആരോട് പറയരുതട്ടാ. എനിക്ക് അപ്പുറത്തെ വീട്ടിലെ പാത്തു വെച്ച് എന്താ. പാത്തു വെച്ച് നന്നായി പാടവും വരയ്ക്കും. ഈ സുന്ദരിയാടും പാത്തു ചേച്ചിയുടെയാ. ഫാത്തിമ ഇത് ഫാത്തിമ ബഷീർ. അപ്പച്ചൻ കേളേ. ഫാത്തിമയുടെ പാട്ടില്ല. പാട്ട് നല്ല രസമുണ്ടായിരുന്നു. കണ്ണൻ്റെ അനിയനാണോ ഉണ്ണി? ആ അനിയനാ. നാളെ വരാട്ടാ. ശരി. ഒന്നുക്കടാ. ചേച്ചി ഈ പാട്ട് പാടിയാൽ എന്തായാലും സ്കൂളിൽ ഫസ്റ്റ് കിട്ടും. അമ്മമ്മ അപ്പൊ ശരിട്ടാ. അച്ഛമ്മയോട് പറഞ്ഞോളാം കേട്ടോ.